മിസ് ചെയ്യാറുണ്ടോന്ന് ചോദിച്ചാൽ മരിച്ചു പോയിട്ട് ഇപ്പം 2 വർഷമാകുന്നു. ആ മിസ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, ആ മിസ്സിങ്ങിനൊരു കാത്തിരിപ്പിനൊരു സുഖമുള്ള പോലെ ആ മിസ്സിങ്. എല്ലാവർക്കും നമസ്കാരം. രേണുസുതിയെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ ഉള്ള കാര്യം ഞാൻ ആദ്യമേ പറയാം. അങ്ങനെയാണ് അവർ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. എന്നാൽ ഇപ്പൊ കളിച്ച് അങ്ങ് നിയമത്തിന്റെ ഇടയിലും അല്ലെങ്കിൽ പൊതുശല്യമായി മാറുന്ന രീതിയിലായി മാറിയിട്ടുണ്ട് രേണുസുതി മാത്രമല്ല കേട്ടോ, ദസിറ്റിൻ കോഴിക്കോടും കൂടെ അങ്ങ് നിൽക്കുന്നുണ്ട്. വൈറലാവാൻ വേണ്ടിയിട്ട് എന്ത് നാറിയ പരിപാടിയും കാണിച്ച് ആ ഒരു ട്രാക്ക് പിടിച്ചു പോവുകയാണ് രണ്ടും കൂടി. എന്തായാലും വൈറലായി പരമായും കൂടി നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലോട്ട് പോവുകയാണ്. പൊതുശല്യം എന്ന് തന്നെ പറയാം, ഒറ്റ വാക്കിൽ പറഞ്ഞ പൊതുശല്യം. ആ രീതിയിലായി മാറുകയാണ് ദസിറ്റിൻ കോഴിക്കോട്ടും രേണുസുതിയും. ഇങ്ങനെയൊക്കെ കാണിക്കരുതടെ, കണ്ണൻ തിരുവോള് കണ്ടു കഴിഞ്ഞാൽ പറയും. രണ്ടും കൂടി ഒരു നടുറോട്ടിൽ നിന്നൊരു റീൽ എടുത്തിട്ടുണ്ട്. ഇത്രയും തിരക്കുള്ളതിന്റെ ഇടയിൽ എന്ത് കണ്ണൻ തിരുവാണ്, എന്ത് കോപ്രായമാണ് കാണിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന് കൊടുക്കുകയാണ്. റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നേ. എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. ഇത്രയും വണ്ടികൾ പോകുന്ന ആ റോഡിന്റെ നടുക്ക് എറിയുന്ന റീൽ ഉണ്ടാക്കുന്നുണ്ട്. സൂപ്പർ അവാർഡ് വല്ലതും വേണോ റോഡിന്റെ നടുക്ക് നിന്ന് റീൽ ഉണ്ടാക്കിയതിന്? ഞാൻ മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതായത് ഇതുപോലെ അവനോ മറ്റേ സ്റ്റിക്ക് എടുത്ത് റോഡിന്റെ നടുക്ക് വെച്ചിട്ട് അവിടെ നിന്ന് വീഡിയോ എടുത്ത് അവൻ ഡാൻസ് കളിച്ച് ഇങ്ങനെ കളിക്കുക. അവനെ സ്പോട്ടിൽ വന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവർക്കെതിരെ നിയമപരമായി നടപടിയെടുക്കണം. MVD ഇത് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തികൾക്കെതിരെ MVD കേസെടുക്കണം. റോഡിൽ ഇങ്ങനെ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന ഊള പരിപാടി കാണിക്കുന്ന ഏത് നാറികളായാലും പിടിച്ച് അകത്തിടണമെന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഈ രണ്ടുപേര് ബൈക്കിൽ പോയിട്ട് തെറിയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടല്ലോ, എന്ത് തേങ്ങയ്ക്കടാ നീ അവിടെ നിന്ന് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് കയറി സൈഡിൽ ഒതുങ്ങി പോകുന്നുണ്ട്. അതുവരെ പോകാൻ നിങ്ങൾക്കൊന്നും കഴിഞ്ഞില്ലല്ലേ? ഇനി ഇതിനൊരു എക്സ്പ്ലനേഷൻ ദാസായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പ്ലാൻഡ് സാധനമാണ്, നമ്മുടെ ആൽബത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാൻഡ് സാധനമാണെന്ന് കേട്ടുപോകുക. ചങ്കട നമസ്കാരം. ഞാനും രേണുസുതി അഭിനയിച്ച ഒരു ആൽബത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വീഡിയോ. ആൽബത്തിന്റെ ഒരു പാർട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത്. അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞാൽ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ച്. ഞങ്ങളെ കൂടെ അഭിനയിച്ച ബൈക്കിൽ ഉള്ള രണ്ടുപേരും ഞങ്ങളോട് അഭിനയിച്ച ആൾക്കാരാണ്. അവർ ഞങ്ങളെ സൈഡിൽ നിന്നിട്ട് സീൻ എടുക്കുമ്പോൾ എന്തുവാടാ ഇതെന്ന് ചോദിക്കുന്ന സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. ഈ മാസം 16-ാം തീയതി രാവിലെ 7 മണിക്ക് മുമ്പ് എറണാകുളത്ത് നിന്ന് എടുത്ത ആൽബമാണത്. അതിൽ അഭിനയിച്ച ആൾക്കാർ തന്നെയാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നത് റോഡ് ബ്ലോക്ക് ആക്കി എന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ്. രാവിലെ 7 മണിക്ക് മുമ്പ് എടുത്തൊരു സീനാണത്. അതാണ് യഥാർത്ഥത്തിലുള്ളത്. ഈ വീഡിയോ അനാവശ്യമായിട്ട് ഓരോരുത്തർ ഷെയർ ചെയ്തുകൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കി ദാസേട്ടൻ കോഴിക്കോട് രേണുസുതി വെറുതെ പറയാണ്. ഞങ്ങൾ അഭിനയിച്ച ആൽബത്തിലെ സീന് അഭിനയിച്ച 2 പേരാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് എന്തുവാണ് എന്ന് ചോദിക്കുന്നത്. അത് ആ ആൽബത്തിന് വേണ്ടി എടുത്ത സീനാണ് ചങ്കുകളെ. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ആണോ? ആൽബത്തിന് വേണ്ടി എടുത്ത സീനായിരുന്നോ? നിങ്ങളെല്ലാം കഥാപാത്രങ്ങളും ആക്ടേഴ്സും ആയിരുന്നു അല്ലേ? നമ്മൾ അറിഞ്ഞില്ല, നമുക്ക് തെറ്റുപറ്റിയതാ. അയ്യോ, റോഡ് പിന്നെ മറ്റേ വകയാണല്ലോ, അതുകൊണ്ടാണല്ലോ റോഡിന്റെ നടുക്ക് കയറി ഒന്ന് റീൽ എടുക്കുന്നത്. കൊള്ളാം, സൂപ്പർ. അത് ആരും കണ്ടില്ലേ? സത്യം പറഞ്ഞ ആ പോട്ടിയിട്ട് അടിച്ചു നൂത്തെടുത്ത് സൈഡിൽ ഇടേണ്ടായിരുന്നു. ആ പരിപാടിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. റോഡിന്റെ നടുക്ക് കയറിയത് ഒന്നാതെ ബ്ലോക്ക് കാരണം പ്രാന്ത് പിടിച്ചാണ് നാട്ടുകാർ റോട്ടിൽ കൂടി വണ്ടി ഒട്ടിച്ചോണ്ട് പോകുന്നത്. അതിന്റെ ഇടയിൽ കൂടി റോഡ് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നടുക്ക് കയറിയുന്ന ഡാൻസ് കളിച്ച് കോപ്രായം കാണിച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് തേങ്ങയുടായി കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെ കുറെ വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ മാസാണെന്നാണ് വിചാരം. നിങ്ങൾ ആ ഉള്ളിൽ ആ ഒരു സാധനം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി കൂടെ ഉണ്ടായിരുന്ന ആക്ടേഴ്സാണ് ആ ബൈക്കിൽ വന്ന് പറഞ്ഞിട്ട് പോയി എന്ന് പറയുന്നുണ്ടല്ലോ, അവന്മാരെ മടൽ വെട്ടിയടിക്കുന്നത്. എങ്കിൽ അങ്ങനെ ആണെങ്കിൽ കേട്ടാ, അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങളെ ചീത്ത വിളിച്ചിട്ട് പോയതാണെങ്കിൽ ബ്രേക്ക് സല്യൂട്ട് ഇറങ്ങി 2 പൊട്ടിച്ചിട്ട് പോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി അങ്ങനെ 2 ആക്ടേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളും കൂടി രംഗത്തൊന്നും സംസാരിക്കുന്നുണ്ട്. എന്ത് കോപ്രായത്തിനാണ് ഈ കൊണച്ച ആക്ടിങ്ങിന് കൂട്ടുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. അങ്ങനത്തെ ഒരാളല്ലേ കാണിച്ചു വെച്ചിട്ടുള്ള. ഇനി രേണുസുതി ഇന്ന് രാവിലെ ഒരു ലൈവിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കേട്ടപ്പോ തന്നെ പുച്ഛത്തിന്റെ വീക്ക. മിസ് ചെയ്യാറുണ്ടോന്ന് ചോദിച്ചാൽ മരിച്ചു പോയിട്ട് ഇപ്പം 2 വർഷമാകുന്നു. ആ മിസ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, ആ മിസ്സിങ്ങിനൊരു കാത്തിരിപ്പിനൊരു സുഖമുള്ള പോലെ ആ മിസ്സിങ്ങിനൊരു സുഖമുണ്ട്. ഇതിപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ, ഒരിക്കലും തിരിച്ചു വരത്തില്ല. അപ്പം അത്രയുള്ള ആ ഒരു 5-6 വർഷത്തെ ആ ഒരു ബന്ധവും ആ ഒരു എന്താ പറയുക ഓർമ്മകളും മാത്രമല്ലേ ഉള്ളൂ. അപ്പം അത് ആ മിസ്സിങ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്തൊരു മിസ്സിങ് ആണ്. അപ്പം എല്ലാവരെയും സംബന്ധിച്ച് നമ്മളെല്ലാം മരിക്കും, കാരണം ജനിച്ച ഒരിക്കൽ മരണമുണ്ട്. സോ
അപ്പോൾ ആ മരണമെന്ന് പറയുന്ന ഒരു വല്ലാത്ത മിസ്സിങ് തന്നെയാണത്. ഭർത്താക്കന്മാർ മരിച്ച ഭാര്യമാർക്കും ഭാര്യമാർ മരിച്ച ഭർത്താക്കന്മാർക്കും മനസ്സിലാകുന്ന ഒരു തരം ഒരു മാത്രം മനസ്സിലാകുന്ന ഒരു മിസ്സിങ്ങാണ്. ആ മിസ്സിങ്ങിന് സുഖമല്ല, ആ മിസ്സിങ്ങിന് വേദനയുള്ള മിസ്സിങ്ങാണ്. അങ്ങനെയൊക്കെ തന്നെ ഞാൻ പോയി ചെയ്യുന്നു, അഭിനയിക്കുന്നു, അത്രേ ഉള്ളൂ. എല്ലാം ഓക്കെ ആവട്ടെടാ കേട്ടോ. ആണോ? എൻ്റെ DP ആണോ നല്ലത്? എൻ്റെ ഇഷ്ടം എൻ്റെ സുധിച്ചേട്ടൻ്റെ DP ഇടുന്നതാണ്. ഞാൻ അതിട്ടേ, അതിനി ഒരിക്കലും മാറ്റുന്ന പ്രശ്നമില്ല. ഞാൻ എങ്ങനെ അവസരം തരാനാ? ഇത് പറച്ചിലൊക്കെ തഴഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യം. നിങ്ങൾക്ക് സുധിച്ചേട്ടനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഓക്കെ, ഇഷ്ടത്തോടെ ഇരിക്കും, ഇല്ലെങ്കിൽ ഇല്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഈ കോപ്രായം കാണിച്ച് നടുറോട്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങനത്തെ ആഭാസങ്ങൾ കാണിക്കുന്ന പരിപാടിയിലോട്ട് പോകരുത്. പൊതുശല്യമായി മാറരുത്. നിങ്ങൾ കാണിക്കുന്നതേ മൊത്തം കോപ്രായ, അതിന്റെ കൂടെ പൊതുശല്യവും കൂടിയായി മാറിയാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ മാത്രമല്ല, ആ ദാസേട്ടൻ കോഴിക്കോട് കൂടി കൂട്ടത്തുണ്ട്. രണ്ടും കൂടി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? റീച്ചിന് വേണ്ടിയിട്ട് എന്ത് കോപ്രായമാണ് ചെയ്യുന്നതെന്ന് പോലും എനിക്ക് പിടി കിട്ടുന്നില്ല. എന്തൊക്കെയാണ് കാണുന്നത്? ഇതെന്താ സംഭവിക്കുന്നത് ഇവിടെ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ചോദിച്ചതാ, നിങ്ങളൊക്കെ ഉദ്ദേശശുദ്ധി എന്താ? ഇനി ആ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമന്റ്സ് ഒന്ന് വായിക്കാം. ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേരാ കൊല്ലം സുധി എന്ന കലാകാരൻ എന്നാണ് ഇവർ പബ്ലിക്കിന് മുന്നിൽ പോയി കോമാളിത്തരം കാണിച്ച് നശിപ്പിക്കുന്നത്. കഷ്ടം. അങ്ങേര് ജീവിതകാലം മൊത്തം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പേര്. ഞാൻ ഇപ്പോഴും പറയും, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ആക്ടറെന്നോ അല്ലെങ്കിൽ ഒരു കലാകാരനെന്നോ എന്നൊന്നും ഞാൻ പറയത്തില്ല കൊല്ലം സുധി. പക്ഷെ മരിച്ചതിന് ശേഷം ഒരുപാട് സഹതാപവും സ്നേഹവും കൊണ്ട് ആദരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ സഹതാപവും സ്നേഹവും ആ കുടുംബത്തിനോടും ജനങ്ങൾക്കുണ്ടായിരുന്നു. അത് നശിപ്പിച്ച് കളങ്കപ്പെടുത്തി. ആൾക്കാരുടെ സഹതാപത്തിൽ മൊത്തം ജീവിതകാലം ഇരിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ കാണിക്കുന്ന പരിപാടികളിൽ കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് വേണം. ഇത് ഉളുപ്പില്ലായ്മ എന്ന് പറയുന്ന സാധനം ആണ് എൻ്റെ വിജയം എന്ന് പറഞ്ഞ് കൊടിയും പിടിച്ച് നടക്കുന്നത് പോലെ നടക്കാതിരിക്കുക. ഇനി വേറൊരു കമന്റ് ഞാൻ വായിക്കാം. ആർക്കും നെഗറ്റീവ് കമന്റ് ഇടാറില്ല ഞാൻ. ഒന്ന് ചോദിച്ചോട്ട്, ഇത് കുറച്ച് ഓവറായി തോന്നുന്നില്ലേ? തീർച്ചയായും. കൊല്ലത്ത് വല്ലതും ആയിരുന്നെങ്കിൽ ചെവിക്കുറ്റി അടിച്ച് പൊട്ടിക്കുമായിരുന്നു. രണ്ടിന്റെ അല്പം എങ്കിലും ഉളുപ്പുണ്ടോ? കഷ്ടം. നല്ല അടിപൊളി കമന്റ്സ്. ഇതൊക്കെയാണ് ആദരവായിട്ട് വാങ്ങി തലയിൽ വെച്ചോണ്ടിരിക്കുന്നത്. 2 അവാർഡും കൂടി എടുത്ത് തരാം. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് ഏറ്റുവാങ്ങി രേണു സുധി, ദാസേട്ടൻ കോഴിക്കോട്. എന്തോ വലിയ അഭിമാനം പോലെയാണല്ലോ കാട്ടിക്കൂട്ടുന്നത്. മരിച്ചുപോയ ആ പാവം മനുഷ്യന്റെ വില കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സാധനം. കഷ്ടം. ഇവിടെ ഒരുപാട് കലാകാരന്മാർ മരിച്ചുപോയി. അവരുടെ കുടുംബത്തിന് ആർക്കും ഇങ്ങനത്തെ ഒരു ചീത്തപ്പേര് ആരും ഉണ്ടാക്കി വെച്ചിട്ടില്ല. എന്നാൽ ഇത് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കുക. നിന്നെ സാമൂഹ്യ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചു. തെറി പറഞ്ഞ ചേട്ടന്മാർ മാസാണ്. അതെ, ഇതെല്ലാം സുധിച്ചേട്ടന്റെ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ സന്തോഷമുണ്ട്. സത്യം. നിങ്ങളുടെ ജീവനിൽ വിലയില്ലേ എങ്കിൽ ആ റോഡിലൂടെ പോകുന്ന ആളുകളുടെ ജീവന് വിലയുണ്ട്. സത്യം. നിങ്ങൾക്കോ ജീവനും വിലയില്ല, ഉളുപ്പും ഇല്ലെങ്കിലും റോഡിലൂടെ ബാക്കി പോകുന്ന ആൾക്കാർക്ക് കുറച്ചൊക്കെ ജീവന് ആവശ്യമുണ്ട്, ബോധമുണ്ട്. അവര് സമാധാനത്തോടൊന്ന് ജീവിക്കാൻ പറ്റും. നിങ്ങളെയൊക്കെ വന്ന് തട്ടിയിട്ട് കഴിഞ്ഞാൽ വള്ളി അവരുടെ നെഞ്ചത്താണ്. നീയൊക്കെ റാട്ടി കിടന്ന് എന്ത് കണ്ണന്തിരികൾ കാണിച്ചു കഴിഞ്ഞാൽ തട്ടിയിട്ട് കഴിഞ്ഞാൽ വള്ളി അവർ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. കിട്ടിയ താപ്പിൽ രേണു അയാളെ കെട്ടിപ്പിടിച്ചതാണോ? അത് ഓടിപ്പോകുന്ന സമയത്തായിരുന്നു കേട്ടോ. ഇവിടെ കമന്റിൽ കിടന്ന് കുരുപൊട്ടുന്ന പട്ടികളെ മൈൻഡ് ചെയ്യേണ്ട, മൂവ് ഓൺ. കരഞ്ഞുകൊണ്ട് വീട്ടിലിരുന്ന് ഇവറ്റകള് സന്തോഷമാണ്. പിന്നെ ഈ കമന്റ് ചെയ്ത ചേച്ചി ഒരു കാര്യം ചെയ്യും, നറുറോട്ടി പിടിച്ച് നിർത്തിയിട്ട് അവിടെ 4 ചുറ്റും നിൽക്കാൻ പറ. കമന്റ് ചെയ്യണന്മാരെ കുറ്റം പറയാൻ ഇറങ്ങിയിരിക്കുന്നത്. ഈ കമന്റ് ചെയ്യണതിലൊന്നും ഒരു തെറ്റുമില്ല. നടുറോട്ടി കിടന്നാണ് ഇമ്മാതിരി കോപ്രായം കാണിക്കുന്നത് അവരാതങ്ങള്. ഞാൻ കോമഡി ഷോ തുടങ്ങിയ കാലം മുതൽ ഞാൻ സുധിയേട്ടനെ കാണുന്ന ഒരുപാട് ഇഷ്ടമായിരുന്നു. നല്ലൊരു കലാകാരൻ. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ കുറച്ച് ഒരു കഷ്ടം. പക്ഷേ സുധിയേട്ടൻ മരിച്ചുപോയി. രേണു ആ മനുഷ്യന്റെ പേര് കളയരുത്. ഈ ഊളകളെയൊക്കെ പിടിച്ച് കടലിൽ എറിയണം. കാറിൽ പോകുന്നവർ തല പുറത്തിട്ടാൽ കേസെടുക്കുന്ന നാടാ കേരളം. തിരക്കുള്ള റോഡിൽ കിടന്ന് റീൽസ് ചെയ്ത് ഷോ കാണിക്കുന്നതും കുറ്റം തന്നെയാണ്. ഇന്ന് തന്നെ റിട്ടേൺ കംപ്ലൈന്റ് ഞാൻ ഫയൽ ചെയ്യും. എല്ലാവരും കേസ് കൊടുത്ത് ഇതിനെയൊക്കെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അമ്മാതിരി അവരാതല്ലേ കളിച്ചത്. ഇപ്പൊ എവിടെ നറുറോട്ടി കയറിയ കളി? ഒരു നാണവും മാനവും ഇല്ലാതെ പോയല്ലോ എന്റെ ഭഗവാനെ. പാവം സുധിച്ചേട്ടൻ. അദ്ദേഹം ഇത് വല്ലതും അറിയുന്നുണ്ട്. അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച ഒരു പേരാണ് കൊല്ലം സുധി എന്നത്. അതും ഇല്ലാതാക്കി കൊണ്ടിരിക്കുകയാണ്. അഭിനയിച്ചോ, സിനിമയിലോ ഷോർട്ട് ഫിലിമിലോ ഏതിൽ വേണമെങ്കിലും അഭിനയിച്ചോളൂ. കാരണം ജീവിതമാർഗമാണ്. പക്ഷെ ഇത് വെറും തെമ്മാടിത്തരം എന്നല്ലാതെ വേറെ ഒരു പേരും പറയാനില്ല. സത്യം 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 സത്യം. നിങ്ങളൊക്കെ കാണിക്കുന്ന കോപ്രായം കാരണം നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പേരാണ് കളയുന്നത്. നിങ്ങൾ ജീവിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്ക്, ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇനി റോട്ടി കിടന്നും കൂടി പട്ടി ഷോ കാണിക്കാത്തതിന്റെ കുറവേ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാം തികഞ്ഞായിരുന്നു. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് കമന്റ് ചെയ്യും. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.